ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു വർഷം തുടങ്ങുമ്പം നിങ്ങൾ പല റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്. ജിമ്മിൽ പോകണം, ഒന്ന് ഫിറ്റ് ആവണം, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബ് വാങ്ങിക്കണം. 30 ദിവസത്തിന് ശേഷം എന്താവുന്ന മോട്ടിവേഷൻ നഷ്ടപ്പെടുന്നല്ലേ? ആഗ്രഹിച്ചൊന്നും നടക്കുന്നതുമില്ലല്ലേ? എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്താ സക്സസ് ആവാത്തത്? എന്താ നിങ്ങളുടെ ഗോൾസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്? നിങ്ങളുടെ ജീവിതത്തിൽ അതിലൊരു വലിയ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരുന്നാല് ഗോൾസ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നല്ല, ഗോൾ ഇല്ലാതെ എങ്ങനെ സക്സസ് അച്ചീവ് ചെയ്യാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ എല്ലാരും ഫുള്ള് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഗോൾ വേഴ്സസ് സിസ്റ്റം. ഗോൾ എപ്പോഴും പറയാ നിങ്ങൾക്ക് എവിടെ എത്തപ്പെടണം എന്നാണ്, പക്ഷെ സിസ്റ്റം പറയാ നിങ്ങൾക്ക് എങ്ങനെ അവിടെ എത്തിപ്പെടാമെന്നാണ്. നമുക്കൊരു ചെറിയ എക്സാമ്പിളിലൂടെ നോക്കാം. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു PSC ആസ്പിറന്റ്, അയാളുടെ ഗോൾ എന്താണെന്ന് അറിയാമോ? അയാൾക്ക് ഒരു ജോലി വാങ്ങിക്കണം എന്നാണ്. ഗോള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ജോലി കിട്ടണം നിർബന്ധമുണ്ടോ? ആ ജോലി കിട്ടാനായിട്ട് ഡെയിലി അയാൾക്ക് പഠിക്കണം. മിനിമം 6 hours എങ്കിലും പഠിക്കണം. പഠിത്തം മാത്രം മതിയോ? പഠിച്ചത് റിവൈസ് ചെയ്യണം. ഓക്കെ, മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഇതൊക്കെ റെഗുലർ ആയിട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ആ ഒരു ഗോൾ അയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂ. മോർ ദാൻ ഗോള് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അതിലേക്ക് എത്തപ്പെടേണ്ട സിസ്റ്റത്തിനകത്താണ്. ഞാനൊരു ചോദ്യം ചോദിക്കാനേ, നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ് ഉറപ്പായിട്ട് ഞാൻ നോക്കുന്നതായിരിക്കും. നിങ്ങൾ ഇനി പറ, നിങ്ങൾ ഗോളിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതോ സിസ്റ്റത്തിനാണോ? നിങ്ങൾ ഗോളിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ ഇന്ന് മുതൽ ഇത് സ്റ്റോപ്പ് ചെയ്തോളുക. ഒരിക്കലും ഗോള് നമ്മെ എങ്ങും എത്തത്തില്ല. ഗോൾ ഉണ്ടാവണം, പക്ഷെ മോർ ദാൻ ഗോള് അവിടേക്ക് എങ്ങനെ എത്തിപ്പെടും എന്ന കാര്യങ്ങൾ വേണം നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യാനായിട്ട്, ചിന്തിക്കാനായിട്ട്. ഒരു ഒളിമ്പിക് റേസ്, അതിൽ വരുന്ന എല്ലാവർക്കും അവരുടെ ഗോൾ എന്ന് പറയുന്നത് ഗോൾഡ് മെഡൽ കിട്ടുക. അല്ലെങ്കിൽ ഒരു PSC എക്സാം, എല്ലാവരുടെ ആഗ്രഹം എന്താണ്? ഒരു ഗവൺമെന്റ് ജോബ് കിട്ടുക എന്നാണ്. ബിസിനസ് നടത്തുന്നവര് പ്രോഫിറ്റ് കിട്ടണം എന്നാണ് ആഗ്രഹം. യൂട്യൂബ് നടത്തുന്നവര് അവർക്ക് മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സും യൂട്യൂബ് മോണിറ്റൈസേഷനും ഒക്കെയാണ് വേണ്ടുന്നത്. എനിക്ക് ഇത് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ചിലർക്ക് മാത്രം ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ട് കുറച്ചു പേർക്ക് മാത്രം ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന, എന്തുകൊണ്ട് കുറച്ചു പേർക്ക് മാത്രം ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല? സക്സസ് എന്ന് പറയുന്ന ഒരു ലക്കാണോ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. ഇപ്പൊ ഞാൻ ഇതിന്ന് മനസ്സിലാക്കി എന്താണെന്ന് അറിയാമോ? ഒരിക്കലും സക്സസ് എന്ന് പറയുന്നത് ലക്കിനെ ബേസ് ചെയ്തിട്ടല്ല. നിങ്ങൾ സെറ്റ് ചെയ്ത ഗോളിലേക്ക് നിങ്ങൾ എത്തപ്പെടാനായിട്ടുള്ള സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്കിതൊക്കെ കിട്ടുന്നത്. ഒളിമ്പിക് റേസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രാക്ടീസ്, ഡെയിലി പ്രാക്ടീസ് വേണം. 2 ദിവസം പോരാ. എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ 1% റൂള് പോലെ എന്ന് കൺസിസ്റ്റന്റ് ആയിട്ടൊരു സിസ്റ്റം സെറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, അതിലേക്ക് എത്തപ്പെടാൻ. അങ്ങനൊരു സിസ്റ്റം ഇല്ലെങ്കിൽ എന്ന് നിങ്ങളുടെ ഗോളായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു 10 ലക്ഷം രൂപ കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഫ്യൂച്ചറിൽ എനിക്കൊരു ജോലി കിട്ടിയാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെല്ലാവരും ഫ്യൂച്ചറിൽ നമുക്കിത് കിട്ടിയാൽ ഹാപ്പിയാണ് എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അത് തന്നെ നമ്മളുടെ ഒരു വലിയ ഡീമെറിറ്റ് ആണ്. നമ്മുടെ ഹാബിറ്റിന്റെ ഒരു ബാഡ് ഹാബിറ്റ് തന്നെയാണെന്ന് പറയാം. നമ്മൾ അതിനു വേണ്ടി ഫ്യൂച്ചറിലാണ് ഹാപ്പി ആവുന്നത്. അപ്പൊ നമ്മുടെ പ്രസന്റോ? നമ്മൾ പ്രസന്റിൽ ഹാപ്പി ആവണ്ടേ? പ്രസന്റിൽ ഹാപ്പി ആവണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല. നിങ്ങൾ ഫ്യൂച്ചറിൽ എന്താണോ ഹാപ്പി ആക്കണം എന്ന് വിചാരിക്കുന്ന കാര്യം, അതിനുള്ള ബേസ് പ്രസന്റിൽ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങോട്ടേക്കുള്ളതിന്റെ സിസ്റ്റം നിങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ ഇപ്പോഴും ഹാപ്പി ആവും. ഓക്കെ, നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ചിലപ്പോൾ അത് എത്തുന്നത് 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. ഈ 2 വർഷം നിങ്ങൾ ഹാപ്പിനെസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? അത് ആ ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റ് മാറ്റണം കേട്ടോ. ഞാൻ ചെറിയൊരു കഥ പറയാം. അതായത് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ നമ്മുടെയൊക്കെ റൂം എന്ന് പറയുന്നത്. ചിലരുടെയൊക്കെ റൂം ഭയങ്കര ക്ലീൻ ആയിരിക്കും, ചിലരുടെ റൂം ഭയങ്കര മെസ്സി ആയിരിക്കും. ഈ മെസ്സി ആയിട്ടുള്ളവർ പറയും, എനിക്ക് റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഒരു റീസ്റ്റാർട്ട് വേണം. ഫസ്റ്റ് ഡേ ഓക്കെ, സെക്കൻഡ് ഡേ ഓക്കെ, പക്ഷെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അത് പതുക്കെ കുറഞ്ഞു വരും. എന്തുകൊണ്ടാണ്? നമ്മൾ റൂം ക്ലീൻ ചെയ്ത്, പക്ഷെ നമ്മുടെ ഹാബിറ്റ് ചേഞ്ച് ചെയ്തില്ല. ഈ ഹാബിറ്റ് ചേഞ്ച് ചെയ്യാതെ നമുക്ക് ഒരിക്കലും അത് കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. സോ എല്ലാത്തിലും ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. നിങ്ങൾക്കൊരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഗോളിലോട്ട് എത്തപ്പെടാനുള്ള സിസ്റ്റം നിങ്ങൾ ക്ലിയർ ആയിരിക്കണം. ആരാണോ ആ സിസ്റ്റത്തിൽ കറക്റ്റ് ആയിട്ട് ഇരിക്കുക, സിസ്റ്റം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, അവർ മാത്രമേ അതിനകത്ത് വിൻ ചെയ്യത്തുള്ളൂ, ആ ഗോൾ അച്ചീവ് ചെയ്യത്തുള്ളൂ. സോ ഇന്ന് മുതലെങ്കിലും
ഇപ്പൊ ഞാൻ ഈ വീഡിയോ പറഞ്ഞല്ലോ, അപ്പൊ ഇന്ന് മുതലെങ്കിലും നിങ്ങൾ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗോളിലേക്ക് എത്താനായിട്ടുള്ള സിസ്റ്റം ആദ്യം ഉണ്ടാക്കുക. എന്തൊക്കെ ഹാബിറ്റ്സ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലായിരിക്കും എന്റെ ആ ഒരു ഗോളിൽ എത്തപ്പെടാൻ പറ്റുക, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് മുമ്പേ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.